ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം എല്ലാവർക്കും നമ്മുടെ ആയക്കോടൻ കാന്താരി വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കിഡിലെ മീൻകറി ഉണ്ടാക്കില്ല, അതും കിളി മീൻകറി ആകുമ്പോൾ പൊളി ടേസ്റ്റ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ അതിനാവശ്യമായി നമ്മൾ കുറച്ച് കിളിമീനെല്ലാം നല്ല വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് വാളംപുളി സോസാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് സവോള കട്ട് ചെയ്തിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം നമ്മൾ ആവശ്യാനുസരണം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ അതെല്ലാം എടുക്കുക കേട്ടോ. പിന്നെ ആവശ്യമായിട്ട് ഞാനൊരു തക്കാളി, ഒരു വലിയ തക്കാളി തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. പിന്നെ ആവശ്യമായി ഉപ്പും കൂടെ നമ്മളെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ ഇഷ്ടമാണ്. മാത്രമല്ല വാളംപുളി വെച്ചിട്ടുള്ള മീൻകറി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല നമ്മൾ പാലക്കാട്ടുകാർക്കൊരു എന്താ പറയുക, അവർ പാലക്കാട്ടുകാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാളംപുളി തന്നെയാണ് കേട്ടോ. കുടംപുളി ഇട്ട് കറി വയ്ക്കാറുണ്ട് എല്ലാവരും തന്നെ, പക്ഷെ എനിക്ക് വാളംപുളി വെച്ച് കറി വയ്ക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പുളിയാണോ എന്ന് നിങ്ങളത് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. അത് നമ്മൾ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക. പൊളിയാണ് മക്കളെ, പൊളിയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ കുക്കിങ്ങിനായിട്ട് നമ്മൾ പാത്രമെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രമെല്ലാം നല്ല ചൂടായിട്ടുണ്ട്. പാനെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എണ്ണയൊക്കെ ചൂടായതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമ്മളതേ കുറച്ച് കടുക് ഇടാൻ പോവാണ്. കടുകും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇവിടെ തക്കാളി എന്തെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, സവോളയും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. അവിടെ കുറച്ചൊക്കെ പൊട്ടി വരുന്നുണ്ട്. നമ്മൾ കടുകെല്ലാം ശരിക്കും നന്നായി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി നമ്മൾ അതിനകത്ത് സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേ നമ്മൾ സവോളയും ഉള്ളി, വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് കേട്ടോ. ഒരുമിച്ചാകുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ. ഇവരൊന്ന് ട്രൈ ചെയ്തുകൂടെ നോക്കണം. പൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ പൊടികളാണ് ഇടുന്നത് കേട്ടോ. ചിലവർ ആദ്യം തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് പൊടികൾ ഇടുക, പക്ഷേ ഞാൻ ആദ്യമായിട്ട് പൊടികൾ ഇട്ടിട്ടാണ് ഞാൻ തക്കാളി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മളിത് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴറ്റി എടുത്ത ശേഷം നമ്മളിതിൻ്റെ തക്കാളിയും കൂടെ ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ പൊടികളൊക്കെ ശരിക്കും ഒരു മൂത്ത് വരുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, അതൊരു പൊടി എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല, ഒരു നല്ലൊരു മണം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് അതിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. വഴണ്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിലേക്ക് ശരിക്കും വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് അതിലേക്ക് നമ്മുടെ പുളിയുടെ, അതായത് വാളംപുളിയുടെ സോസാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ വാളംപുളിയുടെ സോസ് ഞാൻ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ആവശ്യാനുസരണം അതിൽ വാളംപുളിയുടെ സോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുളി പാകത്തിന് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വാളംപുളി പിഴിയാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വാളംപുളിയുടെ സോസ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാൻ കഴിയും. അതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതേലും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ. ഇനി നല്ല മണം തന്നെ വരുന്നുണ്ട്. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയൊക്കെ നമ്മൾ വഴറ്റി ആ ഒരു മണം ഉണ്ടല്ലോ, ശരിക്കും നന്നായി നമ്മൾ എന്താ പറയുക, മീൻകറി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് എന്താണെന്ന് ഈ മാറ്റി തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഈ പുളിയുടെ ഇതെല്ലാം കൂടെ ഇതിലൊന്ന് പിടിച്ച് വരട്ടെ. എന്നിട്ട് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് മീൻ കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുളിയൊക്കെ ആ പുളിയും എല്ലാം തന്നെ മിക്സ് ആയപ്പോൾ ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ എരിവൊക്കെ ഉണ്ടോ നോക്കി പാകത്തിനെല്ലാം ചേർത്തിട്ട് വേണം ചെയ്ത് നോക്കണമെങ്കിൽ. ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഞാൻ ഉപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അതിനിടയിൽ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ. പാകത്തിന് ഉപ്പും എല്ലാം തന്നെ നമ്മളിതിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ കിളിമീൻ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കിളിമീൻ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നല്ല വൃത്തിയാക്കി കട്ട് ചെയ്ത മീനാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്
ഇനി അത് ശരിക്കും ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീൻ കറി റെഡി ആവും. അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയില്ലെങ്കിലും അതിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതും വാളംപുളി വെച്ച് മീൻ കറി ആകുമ്പോൾ ഒരു പൊളി ടേസ്റ്റ് തന്നെയാണ്. പൊതുവെ പാലക്കാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാളംപുളി വെച്ചിട്ടുള്ള കറികളാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. ഞാൻ അടച്ച് വയ്ക്കാൻ പോവാണ്. നമ്മുടെ മീൻ കറിയുടെ ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. അത് ശരിക്കും ഒന്ന് വെന്ത് വരട്ടെ. കുറച്ച് നേരം തീയിലങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം എന്തായാലും. ഓക്കെ, എന്തായാലും നമുക്ക് അടപ്പൊക്കെ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടപ്പെല്ലാം തുറന്ന് നോക്കണം. വാവ്, അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പം മീൻ കറിയൊക്കെ തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. മീനിൽ പുളിയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് നമ്മൾ മീൻ കറിയൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ ഫൈനൽ നമ്മുടെ മീൻ കറിയെല്ലാം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും പോലെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.